പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോകാണല്ലോ, നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് സ്റ്റാർ ഉണ്ടാക്കാം. പിന്നെ ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പം നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് A4-ൻ്റെ 5 പേപ്പർ അല്ലെങ്കിൽ 6 പേപ്പർ, നിങ്ങൾക്ക് വലുപ്പം അനുസരിച്ചിട്ട് 5 ആണെങ്കിൽ 5 എടുക്കാം, 6 ആണെങ്കിൽ 6 എടുക്കാം. നമ്മൾ ഓരോ പേപ്പറും വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അതായത് നമുക്ക് സമചതുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കോണ് കൊള്ളിച്ചിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ അടിയിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ അവിടെയും ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മടക്കി കൊടുത്ത ശേഷം ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ സമചതുരത്തിലുള്ള ഒരു പീസ് കിട്ടും. നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന 5 അല്ലെങ്കിൽ 6 പേപ്പറും നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിത് നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിൽ 5 എണ്ണം കൂടി ഒരുമിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മൂർച്ചയില്ലാത്ത കത്രിക ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ ഇതേപോലെ ഒരു പെൻ എടുത്തിട്ടുണ്ട്. ഇത് വാട്ടർ കളറിൻ്റെ പെന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പെൻ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രോസ് ആയിട്ട് നമ്മൾ ഇതേപോലെ അടി മുതൽ താഴെ വരെ നമ്മൾ ജസ്റ്റ് ഒരു സൈഡിൽ മാത്രം ഇതേപോലെ വരയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വിമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇത് ഫോൾഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഫസ്റ്റ് നടുവേ ഇങ്ങനെ ആ ഒരു 2 കോണ് പോലെ കോണായിട്ട് 2 സൈഡും ഇതേപോലെ നമ്മൾ മടക്കി കൊടുക്കുക. അതിനുശേഷം അടിയിലത്ത് വരുന്ന ഈ ഒരു ത്രികോണം പോലത്തെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതുകൂടെ നമ്മൾ മേലോട്ടേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ രണ്ടറ്റത്തുള്ള ഒരു ത്രികോണം ഷേപ്പിൽ നമ്മൾ ഇതേപോലെ മേലോട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ജസ്റ്റ് മടക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഇവിടെയൊന്നും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഭാഗം വരെ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 3 ഫോൾഡിങ് ആണ് കേട്ടോ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നേരത്തെ നമ്മൾ മടക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു കോണ് പോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടായിരുന്നു, ആ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് പശ തേച്ചിട്ട് നമ്മൾ ലാസ്റ്റ് മടക്കി ആ ഒരു ഭാഗം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഗമ്മാക്കി കൊടുക്കുന്ന ടൈമിൽ അത് പുറത്താവാൻ പാടില്ല കേട്ടോ. അപ്പോൾ പുറത്തായാലും നമുക്ക് പുറത്ത് അവിടെ ഇങ്ങനെ ഒട്ടിക്കിടന്നോളും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ മാത്രമായിട്ട് ഇങ്ങനെ പശയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മൾ 5 പീസും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഒട്ടിച്ച് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ കുമ്പിൾ കുത്തുന്നറിയില്ലേ, നമ്മൾ കഞ്ഞിയൊക്കെ കോരി കുടിക്കുന്ന അങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ 5 എണ്ണം നമുക്ക് ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 5 അല്ലെങ്കിൽ 6 പീസും ഒരുമിച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ലാസ്റ്റ് പശ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ആ ഒരു ഭാഗം ഉണ്ടായിരുന്നല്ലോ, പുറത്ത് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പശ തേച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ അടുത്തൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു. ഇനി ഓരോ പീസും നമ്മൾ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. ഓരോന്നായിട്ട് ഓരോ പീസും നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 2 ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കൂടെ അങ്ങനെ നമ്മൾ ഒട്ടിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം ഇതെങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്, എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന ടൈമിൽ എത്ര ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന ടൈമിൽ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ ഇതിങ്ങനെ ഭയങ്കര വോയിസൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഭയങ്കര ലാഗായി പോവുകയും ചെയ്യും. ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഒട്ടിച്ച രീതിയിൽ തന്നെയാണ്, ഒന്ന് ഫോൾഡ് ചെയ്ത രീതിയിൽ തന്നെയാണ് ബാക്കി മുഴുവൻ പേപ്പർ നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ഈ ഒരു ത്രികോണം പോലെ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 6ാമത്തെ ആ ഒരു ഭാഗം കൂടെ ലാസ്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒട്ടിക്കുന്നതും ഞാൻ കാണിക്കത്തില്ല, കാരണം ഒട്ടിക്കുന്നതെല്ലാം ഒരുപോലെ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു 2 ഭാഗം, ഇതുവരെ നമ്മൾ ഒരു ഭാഗമായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു 2 ഭാഗവും ഇങ്ങനെ നേരെ കിട്ടിയിട്ട് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന ടൈമിൽ എല്ലാം ഒരേ ലെവലിൽ തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു നടുക്ക് നിൽക്കുന്ന ആ ഒരു കോണൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒട്ടിക്കുന്ന ടൈമിൽ. അത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതൊന്ന് ഇതിങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഫോൾഡ് ചെയ്യുന്ന രീതിയൊന്നും ഒരുപക്ഷെ ഞാൻ ഫസ്റ്റ് ഒരു തവണ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരുപക്ഷെ ഒന്നുകൂടെ ആ ഒരു വീഡിയോ റിപ്പീറ്റ് അടിച്ചിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഒന്നുകൂടെ ബാക്ക് അടിച്ചതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ. നമ്മൾ 6 കോണുകളും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം 5 എണ്ണത്തിൻ്റെയും ഒരെണ്ണം 6 എണ്ണത്തിൻ്റെയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഈ ഒരു സംഭവം വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ത്രെഡ്, ഇത് എന്തിൻ്റെ ത്രെഡാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പേഴ്സിൻ്റെയാണ് കേട്ടോ. നമ്മൾ പൗച്ചിൻ്റെയാണ്, ജ്വല്ലറിയിൽ നിന്ന് എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയ പൗച്ച്. അപ്പോൾ ആ ഒരു പൗച്ചിൻ്റെ ഇതുകൂടെ ഞാൻ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ
ക്രിസ്മസ് സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ എന്തായാലും ഉറപ്പായിട്ടും അടിപൊളിയായിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 6 രൂപ, 6 എണ്ണം വരുന്ന ഒരു സ്റ്റാറാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 6 രൂപയെ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. അതേപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ പരിപാടിയാണ്. ഒരു സ്റ്റാർ വേണമെങ്കിൽ എന്തായാലും 10-200 രൂപ മുടക്കാണ്ട് പറ്റില്ല. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ.